Hi, hello, welcome to my YouTube channel Kirtika Pallan. അപ്പം എസ് എൽ സി കഴിഞ്ഞിരിക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും പ്ലസ് വൺ എങ്ങനെയായിരിക്കും ഇപ്പോൾ സയൻസ് സ്ട്രീം എടുക്കുന്നവർക്ക് സയൻസ് ടഫ് ആവുമോ ട്യൂഷൻ വേണ്ടി വരുമോ പഠിക്കാൻ എത്ര മണിക്കൂർ വീതം പഠിക്കേണ്ടി വരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഡൗട്ടായിട്ടിരിക്കുന്ന സമയമായിരിക്കും അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരമായിട്ട് അതിനെക്കുറിച്ച് എല്ലാം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത് ഈ വീഡിയോയിൽ. ഫസ്റ്റ് പോയിന്റ് ആണ് ബേസിക്സ്. ബേസിക്സ് അറിയാതെ നിങ്ങൾ പ്ലസ് വണ്ണിൽ പോയിട്ട് ഒന്നും ഒരു കാര്യമില്ല, കാരണം നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും പഠിക്കാനൊക്കെ. അപ്പം ഫസ്റ്റ് മാത്സ് ആണെങ്കിലും സുവോളജി അങ്ങനെ കുറേ നമ്മളിപ്പോൾ ഈ 10th വരെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ ലാംഗ്വേജസ് ആണെങ്കിൽ അതിൻ്റെ ഒക്കെ എല്ലാത്തിൻ്റെയും ബേസിക്സ് ആദ്യം ഈ ഒരു വെക്കേഷൻ ടൈമിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ബേസിക്സ് അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിൻ്റാണ് ബാക്ക്ലോഗ്സ്. ഒരിക്കലും ബാക്ക്ലോഗ്സ് വരുത്താതെ നോക്കുക. സ്റ്റാർട്ടിങ് മുതൽ തന്നെ നന്നായി അന്നെടുക്കുന്നതൊക്കെ വൃത്തിയിൽ പഠിച്ചിട്ട് പോവുക. ബാക്ക്ലോഗ്സ് അഥവാ വരികയാണെങ്കിൽ 1 വീക്കിൽ നമ്മൾ പഠിച്ചത് നമ്മൾ ആ സാറ്റർഡേ സൺഡേയുടെ ഉള്ളിൽ തീർക്കുക. അത് കൂടുതൽ ദിവസത്തേക്ക് ഒരിക്കലും മാറ്റി വയ്ക്കരുത്. അതെൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്. അത് നമുക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് വരും. ബാക്ക്ലോഗ്സ് ഉണ്ടാക്കാതെ ഇരിക്കുക. പോയിന്റേഴ്സ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻ്റ് ആയിട്ട് തുടക്കം മുതലേ പഠിച്ചിട്ട് പോവാം. ടൈം മാനേജ്മെൻറ്റ്. യൂസ് യർ ടൈം വൈസ്ലി. പൊമഡോറോ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് ടൈമിനെ നമ്മൾ നന്നായി മാനേജ് ചെയ്ത് തുടക്കം മുതലേ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത്ര വലിയ കുഴപ്പം നമ്മളെ ബാധിക്കില്ല. പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കറക്റ്റ് ടൈം മാനേജ് ചെയ്ത് പഠിക്കാൻ പറ്റും. പോയിന്റ് NCERT ക്വസ്റ്റ്യൻസ് ആൻഡ് PYQ. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. നമ്മൾ മാക്സിമം NCERT ക്വസ്റ്റ്യൻസ് ചെയ്യുക, PYQ ചെയ്യുക. ഇതാണ് നമ്മൾ പ്ലസ് വണ്ണും പ്ലസ് ടുവും ടഫാണോ ഈസി ആണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു ഘടകം. NCERT ക്വസ്റ്റ്യൻസും PYQ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, മാക്സിമം ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. നെക്സ്റ്റ് വൺ ഓൺലൈൻ ഓർ ഓഫ്ലൈൻ ട്യൂഷൻ. മിക്ക കുട്ടികൾക്കും വരുന്ന ഡൗട്ടാണ് ഓൺലൈൻ ട്യൂഷൻ വേണോ ഓഫ്ലൈൻ ട്യൂഷൻ വേണോ. അപ്പം ഞാൻ ഒന്നിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് പറയില്ല, ബോത്ത് ഇസ് ഗുഡ്. ചിലർക്ക് ഓഫ്ലൈൻ ആയിരിക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ, ചിലർക്ക് ഓൺലൈൻ വീട്ടിലിരുന്ന് പഠിക്കാനൊക്കെ ആയിരിക്കും, അവിടെ കംഫർട്ട് സോണിനനുസരിച്ച് പഠിക്കാനായിരിക്കും സുഖം. രണ്ടിനായാലും നമ്മൾ നന്നായി പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ഓൺലൈൻ ട്യൂഷനാണെങ്കിൽ നമ്മൾ എഫേർട്ട് ഇട്ട് ഇരിക്കണം. അപ്പം അങ്ങനെ പറ്റാത്ത കുട്ടികളുണ്ടാവും, പെട്ടെന്ന് മടുത്ത് നോട്ട് പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അങ്ങനെ ആയിരിക്കും ഓഫ്ലൈൻ ട്യൂഷനായിരിക്കും നല്ലത്. നമുക്ക് ഒരു ഗൈഡൻസ് നേരിട്ട് കിട്ടുമ്പോൾ ഓഫ്ലൈൻ ആയിരിക്കും നല്ലത്. അല്ല സ്വയം ഇരിക്കാൻ പറ്റും, നന്നായിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളവർക്ക് ഓൺലൈൻ ആയിരിക്കും. അത് നിങ്ങളുടെ ചൂസാണ്, നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ളത് തിരഞ്ഞെടുക്കാം. നെക്സ്റ്റ് പോയിന്റ്, സെറ്റ് എ ഗോൾ ആൻഡ് മേക്ക് ഷോർട്ട് നോട്ട്സ്. ഇത് വേറൊന്നുമല്ല, നമ്മൾ പഠിക്കാതിരിക്കുന്നതിന് മുന്നേ ഒരു ടു ഡു ലിസ്റ്റ് പോലെ ഉണ്ടാക്കുക. എന്താണ് പഠിക്കേണ്ടത്, ഏത് വരെയാണ് ഈ ടോപ്പിക് വരെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ കറക്റ്റ് ഒരു പ്ലാനിങ് നമുക്ക് സ്റ്റഡി തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഉണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പഠിക്കാതിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ആലോചിക്കുക ഏത് പഠിക്കണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ കുറേ ടൈം പോകും. അതുകൊണ്ട് ടൈം നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ടും ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ, ഇന്ന് എന്ത് പഠിക്കണം എന്നൊരു ഐഡിയ ഉണ്ടാകാൻ വേണ്ടിയിട്ടും സെറ്റ് ഗോൾ ഫസ്റ്റ്. അതിനുശേഷം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ക്ലാസ് കണ്ട് പഠിക്കുന്നവരായിരിക്കാം, വായിച്ച് പഠിക്കുന്നവരായിരിക്കാം, എങ്ങനെയായിരുന്നാലും നമ്മൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. അതിൽ മെയിനായിട്ടുള്ള പോയിന്റ്സ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഷോർട്ടായിട്ട് എഴുതി വയ്ക്കുക ഒരു നോട്ടിൽ. നമുക്കത് എക്സാം ടൈമിലോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒന്ന് റിവൈസ് ചെയ്യണമെങ്കിലോ ഒക്കെ നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള മാർഗ്ഗമാണ് ഈ ഷോർട്ട് നോട്ട്സ് ആൻഡ് സെറ്റ് എ ഗോളും. നെക്സ്റ്റ് വൺ, മോർണിംഗ് ഓർ ഈവനിങ്. ഇതിപ്പോൾ എല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ്, മോർണിംഗിൽ പഠിച്ചാലാണോ കൂടുതൽ പറ്റുക അതോ ഈവനിങ്ങിൽ പഠിച്ചാലാണോ പറ്റുകയെന്ന്. അങ്ങനെ ഒരു റുട്ടീൻ പോലെയൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ മോർണിംഗിൽ പഠിച്ചാലേ നടക്കൂ, ഈവനിങ്ങിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ഓരോ രീതിക്കനുസരിച്ച്. ഇപ്പോൾ ചിലവർക്ക് രാവിലെ പഠിച്ചാൽ നന്നായി മനസ്സിലാവും, ചിലർക്ക് ഈവനിങ്ങിൽ പഠിച്ചാലേ നന്നായി മനസ്സിലാവുള്ളൂ. അപ്പം നമ്മുടെ എങ്ങനെയാണോ നമുക്ക് പഠിക്കാൻ പറ്റുക, നമ്മുടെ രീതി എങ്ങനെയാണോ അതിനനുസരിച്ച് പഠിക്കുക. നമ്മൾ എപ്പോൾ പഠിക്കുന്നു എന്നുള്ളത് ഒരു വിഷയമല്ല. നമ്മൾ എന്ത് പഠിക്കുന്നു, നന്നായി ആ പഠിക്കുന്നത് നന്നായി പഠിക്കുക, അതാണ് ഇമ്പോർട്ടൻറ്റ്.
സൈലം ഓർ എക്സാമിനർ, അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഞാൻ യൂട്യൂബ് വീഡിയോസ് കാണുന്ന സമയത്ത് എനിക്ക് ഓരോ സബ്ജക്റ്റിന് ഓരോ ചാനൽസാണ് എനിക്കിഷ്ടം. ഇപ്പോൾ നമ്മൾ മാത്സ്, ഇംഗ്ലീഷ് അങ്ങനത്തെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് സൈലാണ് ഇഷ്ടം. മെയിൻ ഫിസിക്സ് നോക്കുമ്പോൾ എനിക്ക് എക്സാമിനറാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണോ നമുക്ക് കൂടുതൽ കണ്ടൻറ്റ് കിട്ടുന്നുണ്ട് തോന്നുന്നത്, എവിടെ നിന്നാണോ നമുക്ക് പറയുന്നത് ക്ലിയർ ആവുന്നത്, അങ്ങനത്തെ ചാനൽസ് നമ്മൾ കാണുക. നമുക്ക് മനസ്സിലാവുന്ന ഭാഗം എടുക്കുന്ന നമുക്ക് നന്നായി മനസ്സിലാവുന്ന രീതിയിൽ എവിടെയാണോ എടുക്കുന്നത് ആ ചാനൽ കാണാം. അപ്പോൾ നമുക്ക് ഇന്നതേ കാണാവുന്നു എന്ന് പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ സൈലം എക്സാമിനറും പറയാൻ കാരണം ഞാൻ അതാണ് രണ്ടുമാണ് മെയിനായിട്ട് കാണുന്നത്. വേറെ ചാനൽസൊന്നും ഞാൻ അങ്ങനെ കാണാറില്ല. അതുകൊണ്ടാണ് ഇവരുടെ രണ്ടാളുടെ ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ +1 എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള ക്ലാസ്സൊന്നുമല്ല. നമുക്ക് വിചാരിച്ചാൽ പഠിക്കാവുന്ന ടോപ്പിക്സൊക്കെ തന്നെ അതിലുള്ളൂ. തുടക്കം മുതലേ നന്നായിട്ട് പഠിക്കുക. +1 തുടങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇപ്പോൾ പെട്ടെന്ന് തന്നെ തീരും. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. കാരണം നമുക്ക് കുറച്ച് ഒന്ന് വൈകിട്ടാണ് തുടങ്ങുക. അപ്പോൾ അതിന് നന്നായി പഠിച്ചു വയ്ക്കുക. മാറ്റി മാറ്റി ഇങ്ങനെ വെക്കാതെ ഇനി കുറച്ചുകൂടി സമയമെടുത്ത് പഠിക്കാം അങ്ങനെയൊന്നും വിചാരിക്കാതെ തുടക്കത്തിലേ നന്നായി വൃത്തിയിൽ പഠിച്ചു വയ്ക്കുക. കൂടെ എൻജോയും ചെയ്യണം. +1 +2 എന്നൊക്കെ കാലമാണ്. നല്ല കുറേ മെമ്മറീസ് കിട്ടുന്ന കാലമാണ്. അപ്പോൾ കൂടുതൽ എൻജോയ് ചെയ്യുക, പഠിക്കുകയും അതിൻ്റെ കൂടെ വേണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ്സ് ആയിട്ട് വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ. താങ്ക് യു.